എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്നെ മാളികപ്പുറം ടീമിനെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. അതിനൊക്കെ വലിയ സന്തോഷം. ഈ പടത്തിൻ്റെ ക്യാമറാമാൻ വിഷ്ണുവേട്ടൻ മാളികപ്പുറത്തിൻ്റെയും ക്യാമറാമാനാണ്. അപ്പോൾ അദ്ദേഹം മരുഭൂമിയിലെ പാമ്പിനെ ഒന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. കാരണം മാളികപ്പുറത്തിന് ആനയും പുലിയും കണ്ടിട്ട് ഓടാത്ത ഒരേ ഒരാൾ ക്യാമറ മാത്രമാണ്. കാരണം ക്യാമറ എത്ര രൂപ റെൻ്റാണെന്നുള്ളതും അതിൻ്റെ വില എത്ര എന്നുള്ളതും കൃത്യമായി അറിയാവുന്നത് അദ്ദേഹം മാത്രം ഓടിയില്ല സിനിമയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസം ഇങ്ങനൊരു ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ വിഷ്ണുവേട്ടാ ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ സിനിമ മാളികപ്പുറത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒമാനിൽ ചെന്നപ്പം അതിൽ പങ്കെടുക്കാൻ കഴിയാതെ ഒരേ ഒരാൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം അന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, ചേട്ടാ ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. അപ്പം പറഞ്ഞു, അഭിലാഷ് ഞാനും ഒമാനിലുണ്ട്, മരുഭൂമി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനിടയിൽ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അനീഷിനെ പോലെ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതിനൊക്കെ സോറി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു റിസൾട്ടിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം വലിയ സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു സിനിമ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഔട്ട് എന്തായിരിക്കും എന്നുള്ളത്. തീർച്ചയായും ഞാൻ പറയുന്നു, ആദ്യത്തെ ഷോ കാണാൻ എനിക്ക് തോന്നുന്നൊരു ട്രെയിലറാണിത്. ഉറപ്പായിട്ടും ആദ്യത്തെ ദിവസം സമയം കിട്ടിയാൽ ആദ്യത്തെ ഷോ തന്നെ എനിക്ക് പടം വന്ന് കാണുകയും ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ച് ഒമാൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ എൻ്റെ ലൈഫായിട്ട് വളരെ അടുത്തേക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒമാനിലാണ്. ഇതേപോലെ ഒരു സർവൈവൽ ത്രില്ലർ എഴുതാനുള്ള ഒരു കഥ പ്രൊമോഷൻ്റെ സമയത്ത് ഒമാനിൽ പോയപ്പോൾ എനിക്കും വിഷ്ണുവിനും സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഒമാൻ ജയിലൊക്കെ കാണുന്നൊരു അവസ്ഥ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ഒമാനിലെ റോഡിലൂടെ എങ്ങോട്ടാണെന്ന് പോകുന്ന അറിയാതെ കറങ്ങി നടന്നിട്ടുണ്ട്. ആ കഥ സിനിമയാക്കണമെന്ന് ഞാനും വിഷ്ണു പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ സർവൈവൽ ത്രില്ലേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് ഞാൻ. അപ്പം അത് എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമ ട്രെയിലർ കണ്ടപ്പം മലയാള സിനിമയിൽ ഇങ്ങനത്തെ വലിയ ഹിറ്റുകൾ ഉണ്ടാവട്ടെ. അപ്പം ഡയറക്ടറോട് ആദ്യം തന്നെ അതിനൊരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് അതിലും വലിയ കൺഗ്രാറ്റ്സ് നിങ്ങളിതിൽ അഭിനയിച്ചു എന്നുള്ളതിനാണ്. ആ റിസ്ക് എടുത്തു. എനിക്ക് മനസ്സിലാവാതെ സംവിധായകനും അഭിനയിക്കുന്നുണ്ട്, ട്രെയിലറിൽ ക്യാമറമാനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി പണിയൊക്കെ ആരെ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രണ്ടും കൂടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചത് മാളികപ്പുറത്തിൽ ഞാൻ ചോദിച്ചത്. അപ്പം വിഷ്ണു പറഞ്ഞു, റൈറ്റർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, ക്യാമറമാൻ കയറണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് മാളികപ്പുറത്തിൽ അഭിനയിച്ചത്. അപ്പം എന്തായാലും വലിയ സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ ഒരു സിനിമ പോലെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ആ പോസ്റ്ററുടെ നടുക്ക് ഞങ്ങളുടെ പട്ടടെ ഒരു കളർഫുൾ ഷർട്ടൊക്കെ ഇടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. മാളികപ്പുറത്തിൻ്റെ പോസ്റ്റർ ഇതുപോലെ ടി.ജി. രവിചേട്ടൻ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ഷർട്ടില്ലായിരുന്നു. അപ്പം അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ പടത്തിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുധീഷ് ചേട്ടനെ നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, അടുത്ത പടത്തിലേക്ക് നായികയുടെ അച്ഛൻ്റെ കഥാപാത്രം ഞാൻ ആലോചിച്ചിരുന്നു. കഴിഞ്ഞവിടെ നിങ്ങളെ കണ്ട നിങ്ങളുടെ ലുക്ക് വെച്ച് ഞാൻ ആലോചിച്ചു. പക്ഷെ ഉറപ്പായിട്ട് ആ കഥാപാത്രം ഞാൻ തരില്ല. കാരണം ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ തരാനായിട്ടാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ഓരോ തവണ കാണുമ്പോഴേ ഈ ചെറുപ്പമാവുന്നെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഈ ഒരു വലിയൊരു വീതുളി കഥാവൊക്കെ വെച്ചിട്ട് ഫുൾ നരച്ച് കണ്ണൂര് നമ്മൾ ഒരുമിച്ച് കണ്ണൂർ പോകുന്ന സമയത്ത്. അപ്പം അന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു ആ നായികയുടെ കഥാപാത്രം ഇപ്പം ഞാൻ മാറ്റി മറ്റൊരു കഥാപാത്രം ആലോചിക്കാം. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരോടും സർജാനോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ജൂണ് തൊട്ട് എനിക്ക് ചെയ്ത എല്ലാ പടം ഞാൻ പറഞ്ഞു, നമ്മൾ ലൊക്കേഷനിൽ വെച്ച് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഉണ്ട്. പിന്നെ അനഘ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ആരാധ്യ, പുള്ളിക്കാരി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആരാധ്യക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ അഭിനയിച്ച ഓരോരുത്തർക്കും ഇർഷാദക്ക മറന്നല്ല കണ്ടു. അപ്പോൾ ഇർഷാദക്ക അടക്കം ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് ഓൾ ദ ബെസ്റ്റ്. നല്ല പാട്ടാണ് കേട്ടോ, മനോഹരമായ പാട്ടുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമ ഒരു വലിയ ഹിറ്റ് ആവട്ടെ. കാരണം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന 2024 ആദ്യത്തെ സിനിമ നമ്മുടെ ഗണപതിക്ക് തേങ്ങ അടിച്ച് തുടങ്ങുന്ന പോലെ ഇതൊരു വലിയ ഹിറ്റ് ആവട്ടെ. 2024 മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യ വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇന്ന് വലിയ സന്തോഷമുണ്ട്. ഞാനും വിഷ്ണു ഞങ്ങൾ അടുത്ത പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഉടനെ തുടങ്ങാൻ പോകാന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്ന് വൈകിട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം കൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ഡേ ആണ്. പ്രൊഡ്യൂസറുടെ മുഖത്തെ ചിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പടം നന്നായി എന്നെനിക്ക് മനസ്സിലാക്കണം. ആ ചിരി കണ്ടാൽ അറിയാം. പല പ്രൊഡ്യൂസർമാരും ലോഞ്ചിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖം കണ്ടാൽ അറിയാം പടം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. എന്തായാലും അഭിമാനിക്കാം ഒമാനിൽ പോയി ഇങ്ങനെ ഒരു പടമൊക്കെ ഷൂട്ട് ചെയ്തതിന്. അപ്പം ഞങ്ങളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ മാളികപ്പുറത്തിന്റെ ഡയറക്ടറിനെയും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. കമ്പനി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ബംഗാളി പണി എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവൻ വരും. എന്നിട്ട് അവൻ പറയും, എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞല്ലോ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതാണ് സ്ഥിരം ഡയലോഗ്. അത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ടു രാസ്ത. ജനുവരി 5 ഇറങ്ങുന്നു അറിഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക് വിഷ്ണുവേട്ടൻ ഞാനും വരാം. പിന്നെ വലിയ സന്തോഷം, വിഷ്ണുവേട്ടൻ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചു, എടാ വിഷ്ണു എടാ ഒന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, എടാ നീ മര്യാദയ്ക്ക് വന്നേ,
ഇങ്ങനെ പറയുന്ന ആളായിരുന്നു സെറ്റില്. അപ്പോൾ അദ്ദേഹം വിളിച്ചു. ലാസ്റ്റ് മിനിറ്റ് അല്ല, നിങ്ങൾ വിളിച്ചില്ലേലും വരാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ ഈ പരിപാടി അറിഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു ഫോൺ കോളാണ്, രസകരമായിട്ടുള്ളൊരു ഫോൺ കോളാണ് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. വിഷ്ണുവേട്ടൻ, ഞാൻ മാളിപ്പുറം കഴിഞ്ഞ ടൈമിൽ വിഷ്ണുവേട്ടൻ പറഞ്ഞു, വിഷ്ണു മല കയറിയ നടുവെട്ടിരിക്കുക, ഈ പറ്റത്തില്ല, ഈ ഇങ്ങനത്തെ മലകയറ്റവും ആനയും പുലിയും അട്ടയും. ഇപ്പൊ എന്താ ഞാൻ ഒമാനിലേക്ക് പോവാ, ഇനി മുതൽ വിഷ്ണു നമ്പൂതിരിയല്ല ഷെയ്ഖ് നമ്പൂതിരി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, നീ മറ്റേ ശബരിമല എഴുതി വെക്കുന്നല്ലോ, ഇത് ഒമാനാണ് വേറെ ലെവലെന്നൊക്കെ. ഞാൻ മസ്കറ്റിൽ വരുന്ന, നമ്മള് മസ്കറ്റ് മാളിപുറം ടീം മസ്കറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു. പക്ഷേ നമ്മള് മസ്കറ്റിൽ വരാണ്. അപ്പോൾ ഷെയ്ഖ് നമ്പൂതിരിയെ കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ പുൽവാൽ കല്യാണത്തില് മറ്റേ സലീം കുമാർ വിളിക്കില്ലേ, ഹലോ എടാ ഞാൻ ഈ മരുഭൂമിയിലാണ്. എന്തായാലും മൂന്നാമത്തെ കോളില് അദ്ദേഹം പറഞ്ഞു, വിഷ്ണു നന്നായിട്ട് കഷ്ടപ്പെട്ടു, പക്ഷെ നീ കണ്ടോ, നീ കാണാത്തൊരു വിഷ്ണു നമ്പൂതിരിയുടെ ഫ്രെയിംസ് ഈ പടത്തിൽ കാണാം. ട്രെയിലറിൽ കണ്ടു. അപ്പോൾ ജാനുവരി 5 എനിക്ക് മൊത്തമായിട്ടൊന്ന് കാണണം. ടീമിന് ഓൾ ദി ബെസ്റ്റ്. ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ മലയാള സിനിമയിൽ ഇനിയും വരണം. അപ്പോൾ ഈ 2024 അങ്ങനത്തെ ഉള്ള കുറെ നല്ല സിനിമകൾ വരട്ടെ. ഞാൻ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്, അവൻ ഇപ്പൊ ചെയ്യാൻ പടത്തിന് അടുത്ത സിനിമ സർവൈവൽ ത്രില്ലർ. അത് കാരണമാണ് അവനത് പറയുന്നത്. എനിക്ക് ഒരു വിഷ്ണുവിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അനുഭവിച്ച കാര്യമായിരിക്കും. നമ്മൾ പല ദിവസവും ടൈറ്റ് ഷൂട്ട്, കാരണം 5 മണിയാകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് ആന 4 കിലോമീറ്റർ അപ്പുറം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷൂട്ട് നിർത്തി ഞങ്ങൾ റൂമിലെത്തും. അപ്പൊ ഇന്ന് തീരാനുള്ള ഷോട്ടൂടെ നാളെ എടുക്കണമല്ലോ എന്ന ചിന്തയിലിരിക്കുമ്പോൾ ഞാനും വിഷ്ണു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു ഓടക്കുടൽ വിളി കേൾക്കാം സ്ഥിരമായിട്ട്. ആദ്യ ദിവസങ്ങളൊക്കെ ഞാൻ കരുതിയ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, കാരണം അവിടുത്തെ താഴെയുള്ള റിസപ്ഷൻ ഉള്ളവർ പറഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കില്ല എന്ന് പറയുന്നു. എന്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ അലൈപ്പായ പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ദിവസം ഇറങ്ങി വരാന്തയിലൂടെ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി 11 മുതൽ 1 മണി വരെ ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കും. ഈ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ കണ്ടു അദ്ദേഹം സെറ്റിൽ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത്. ഇത്രയും ചൂടും ഇത് മണലെടുത്ത് എറിയുന്നല്ലേ, ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഇയാൾ ഇങ്ങനെ അത് വായിച്ചോ മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയ കഴിവുള്ള ഒരു കലാകാരനാണ്. ഭാവിയിലൊരു വലിയ എന്താ പറയുക നടനുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഡയറക്ടറോടും ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ്. അനീഷ് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം സക്കറിയയുടെ ഗർഭിണികൾ, പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം, അങ്ങനെ അനീഷിൻ്റെ 2 പടം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ട്രailer കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. എത്ര മനോഹരമായിട്ട് ക്യാമറ, അയ്യോ ഞാനത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എന്ത് ഇതെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശ, അനീഷ്, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ് ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കായിരുന്നെന്ന്. എന്തിനാ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കാറുണ്ടല്ലേ അനീഷിന്. നന്നായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടുണ്ട്. 2 ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? 2 ഹീറോ ഉണ്ടോ? 5 പേരുണ്ട്. അതിനൊരാളാണല്ലേ? അയ്യോ കലക്കി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ. പാട്ടും ഇഷ്ടാതെ സുഖായിട്ടിരിക്കല്ലേ? സുധീഷ്, ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക. എന്തായാലും മറ്റേ സിദ്ധാർത്ഥ സാറിൻ്റെ മോനെ ഞാനിവിടെ വെച്ച് കണ്ടു. ഒത്തിരി സന്തോഷം. പാട്ടൊക്കെ നന്നായിരിക്കുന്നു, എല്ലാം നല്ല പാട്ടുകൾ. എന്തായാലും ഈ പടം ജനുവരി 5 റിലീസാവുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. കാരണം മറ്റേ നമ്മുടെ വിജയ് ബാബു സാർ പറഞ്ഞ പോലെ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം ഇറങ്ങുന്ന പടമാണോ? നമ്മുടെ ലാസ്റ്റയാണോ? വേറെ സിനിമകൾ ഉണ്ടാവാം. എനിക്ക് തോന്നുന്ന റിലീസ് ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ഒന്നും പടങ്ങളില്ലാന്ന് തോന്നുന്നു. ഇല്ലെന്നല്ലേ? എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. നന്നായിട്ട് എന്താ പറയുക, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വിജയിപ്പിക്കണം. ചെറിയ പടങ്ങളൊക്കെ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ്. 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ഈ പടം ഓടി പോലീസിന്റെ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും അടുത്ത 2023 നമ്മുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒക്കെ 23 ഞാൻ പറഞ്ഞോട്ടെ. ഈ വർഷം 20 അതാ ഞാൻ പറയാൻ വന്നേ.
24 കയറിപ്പോയല്ലേ, സോറി. 23 ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് 24 നമുക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.